ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ AVM Vlog. അപ്പോൾ ഇന്നത്തെ വീഡിയോ പാലക്കാടല്ല കേരളത്തിലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പകൽ വെടിക്കെട്ടായ കാവശ്ശേരി പൂരം. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് പൂരപ്പറമ്പിലാണ് കേട്ടോ. എണ്ണിയാൽ തീരാത്തത്ര കണ്ണത്താ ദൂരത്തോളം വിസ്തൃതിയുള്ള കാവശ്ശേരി പൂരപ്പറമ്പ്. പകൽ വെടിക്കെട്ട് നടത്താൻ ഇനിയും പാടങ്ങൾ വേറെയും. അപ്പൊ നമ്മൾ ഇപ്പൊ പോണത് മേൽമന്നത്തു കൂടിയാണ് കേട്ടോ. അതായത് ഈ വശത്ത് പടിഞ്ഞാറ് ഭാഗത്തു കൂടിയാണ് കയറുന്നത്. അതായത് ഇപ്പൊ പാടമൊക്കെ ഒഴിഞ്ഞു കിടക്കണ്ടല്ലോ, അപ്പൊ നമുക്ക് ഇതിലൂടെ വരാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഈ സൈഡ് കൂടെ മുൻവശത്ത് കൂടെ തന്നെയാണ് കേട്ടോ അകത്ത് കയറുന്നത്. നല്ല ദിവസമല്ലേ, അപ്പൊ ഇവിടെ വന്നിട്ട് നല്ല തിരക്കുണ്ട്. ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. മുല്ലപ്പൂ അവിടെ നിന്നൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്നിട്ടാണ് കുറച്ച് മുല്ലപ്പൂ ഒക്കെ മേടിച്ച് പിന്നെ ദിവ്യയ്ക്കും അമ്മയ്ക്കും ഉള്ളതും കൂടി പൊതിഞ്ഞു കിട്ടി. ഇനി നമുക്ക് അകത്ത് കയറി തൊഴുതാട്ടോ. ഇങ്ങനെ മൂന്ന് ദേശം ചേർന്ന് കൂടിച്ചേരും പാസം, ഇങ്ങനെ മൂന്ന് ദേശം ചേർന്ന് കൂടിച്ചേരും പാസം. ആവിട്ട് കാണുന്ന കുഴിയെല്ലാം പാടം മുഴുവൻ നിറയ്ക്കും, അളവില്ലാത്ത പടക്കം മുട്ടി നാട് മുഴുവൻ നിറയ്ക്കും, അളവില്ലാത്ത പടക്കം മുട്ടി നാട് മുഴുവൻ നിറയ്ക്കും. അപ്പൊ മീനമാസത്തിലെ പൂരം നാളിലാണ് പരിക്കാട്ട് ഭഗവതിയുടെ പിറന്നാൾ കേട്ടോ. നമ്മൾ ആ പിറന്നാളാണ് ഇവിടെ പൂര മഹോത്സവമായിട്ട് കൊണ്ടാടാറ്. അപ്പൊ നമ്മൾ ഇന്നും പുറത്തു നിന്ന് തന്നെയാണ് തൊഴുതാറ്. എപ്പോഴും വീഡിയോയിൽ പറയണ പോലെ തന്നെ നമ്മൾ എപ്പോഴും അമ്മനെ വന്ന് കാണുന്നതല്ലേ, ഇന്ന് ഒരുപാട് പേര് പുറത്തുനിന്ന് വരാറുണ്ട്. അപ്പൊ അവരൊക്കെ ഒന്ന് അകത്ത് കയറി തൊഴുതോട്ടെ. പൊതുവെ എല്ലാ ദിവസവും ഇവിടെ കതിന പൊട്ടിക്കും. അന്ന് പ്രത്യേകം കതിന വഴിപാടൊക്കെ ഉള്ളതാണ്. അങ്ങനെ നമ്മൾ തൊഴുതി ഇതാ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ സ്ഥലമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ. ഇവിടെ നിവേദ്യം, കണ്ണകി, കളിയാട്ടം തുടങ്ങിയ ഒരുപാട് പ്രശസ്തമായ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. വേറെ എന്ത് മേടിച്ചില്ലെങ്കിലും ഐസ്ക്രീം മേടിക്കാണ്ട് പോയില്ലല്ലോ. അങ്ങനെ ഞാനും പൊന്നൂസും ഓരോന്ന് കഴിച്ച് മോനോടനൊന്ന് മേടിക്കുകയും ചെയ്തു കേട്ടോ. അപ്പൊ ഈ കാണുന്ന സ്ഥലത്താണ് കേട്ടോ ഇന്നലെ 101 കലാകാരന്മാരുടെ മേളം ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ വരുമ്പോഴത്തേക്കും മോനോട്ടം മേളമൊക്കെ കഴിഞ്ഞ് എത്തിയിരിക്കുന്നു. കുളിയും കഴിഞ്ഞ് പത്ര വായനയിലാണ്. അതിൽ ഇന്നലത്തെ മേളത്തിന്റെയും വെടിക്കെട്ടിന്റെയും ഒക്കെ ന്യൂസുകൾ ഉണ്ടായിരുന്നു. ഇരുന്ന് നോക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഉച്ചയിട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മുടെ വീടിന്റെ മുമ്പിൽ നിന്നാ കാണുന്നതാണ്, പക്ഷെ ഇപ്രാവശ്യം എന്തോ കാണാൻ പറ്റിയില്ല. അപ്പൊ നമ്മൾ TV-യിലൂടെയാണ് കണ്ടുകൊണ്ടിരുന്നത്. ആദ്യം വാവുള്ളിയപുരം ദേശത്തിന്റെ കഴിഞ്ഞു, ഇപ്പൊ കഴിഞ്ഞി. അങ്ങനെ 2 ദേശത്തിന്റെ ഉച്ചയോട് കഴിയുമ്പോഴത്തേക്കും 2 മണി കഴിഞ്ഞു കേട്ടോ. എല്ലാവർക്കും വിശന്നും തുടങ്ങി. അപ്പൊ കാവശ്ശേരി ദേശത്തിന്റെ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് കഴിക്കാലോ എന്ന് വിചാരിച്ചു ഞങ്ങൾ കഴിക്കാനിരുന്നു. പിന്നെ നമ്മൾ പൂര ദിവസം ഇവിടെ എപ്പോഴും പറയണ പോലെ തന്നെ നോൺ വെജ് ഒന്നും വെക്കാറില്ല. അപ്പൊ ചെറിയൊരു സദ്യ തന്നെ ഉണ്ടാക്കി അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിരുന്ന് കഴിച്ചു കേട്ടോ. അങ്ങനെ അമ്മയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം വിളമ്പി തന്നത്. പിന്നെ അമ്മയ്ക്കും അച്ഛനും ഇല വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇവർ രണ്ടുപേരും പ്ലേറ്റിലേ കഴിക്കാറുള്ളൂ. അങ്ങനെ നമ്മൾ ഊണും കഴിഞ്ഞ് പിന്നെ നമ്മുടെ കാവശ്ശേരി ദേശത്തിന്റെ ഉച്ചയിടും കഴിയുമ്പോഴത്തേക്കും ഒരു 3 മണിയൊക്കെ കഴിയും. പിന്നെ ഒരു 4:30 ആകുമ്പോൾ നമ്മളെല്ലാവരും എഴുന്നള്ളത്ത് കാണാൻ പോകും കേട്ടോ. ഇവിടെ ഒരാൾ ഊണും കഴിഞ്ഞ് ഉച്ചമയക്കത്തിനുള്ള ഒരുക്കത്തിലാണ്. പക്ഷെ വിട്ടില്ലാത്ത കാവശ്ശേരി ദേശത്തിന്റെ ഇടുവഴി തുടങ്ങി കേട്ടോ. ഈ വർഷത്തെ ഈടുകൂടി കാവശ്ശേരി തകർന്നു. അങ്ങനെ നമ്മളെല്ലാവരും ഒരുങ്ങി പൂരത്തിന് പോകാനായിട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോൾ അച്ഛൻ്റെ വക ഒരു ഫോട്ടോ എടുത്ത് തന്നു. പിന്നെ നമ്മൾ വന്നത് കുതിര തൊഴുതാനാണ് കേട്ടോ.
അപ്പൊ ഇതാണ് നമ്മുടെ കാവശ്ശേരി ദേശത്തിന്റെ കുതിര കേട്ടോ. ഇവിടെ ഉള്ളവരെല്ലാം ഇവിടെ വന്ന് കുതിര തൊഴുതിയതിന് ശേഷം തന്നെയാണ് എഴുന്നള്ളത്ത് കാണാൻ പോവാറ്. അങ്ങനെ എഴുന്നള്ളത്ത് ഇതാ കൂട്ടാലയ്ക്ക് മൂലസ്ഥാനമായ കൂട്ടാലയ്ക്കൽ നിന്നും ഇവിടെ ഗണപതിയാന്റെ മുൻപിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് അങ്ങോട്ടൊന്നും പോവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അത്രയ്ക്ക് ജനത്തിരക്കാണ് ഈ വർഷം ഉള്ളത് കേട്ടോ. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ വഴിയൊക്കെ നമ്മുടെ കാവശ്ശേരി ധാരാളം ഫേമസ് ആയിരിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. വെടിക്കെട്ട് കണ്ട് കണ്ണ് മനസ്സ് നിറയ്ക്കണം എന്നുള്ളവർക്ക് കാവശ്ശേരിയിലേക്ക് വന്നാൽ മതി. പിന്നെ വേറൊന്നും നോക്കാനില്ല. ഇവിടെന്ന് വെച്ചാലേ പൂരത്തിന് കൊടിയേറി അപ്പം മുതൽ തുടങ്ങുമായിട്ട് വെടിക്കെട്ടിനും തിരികൊളുത്താനായിട്ട്. അപ്പൊ നമ്മൾ 2025 മാത്രമാണ് പറമ്പിലേക്ക് വരാണ്ടിരുന്നത്. പക്ഷെ ആ ഒരൊറ്റ വർഷം കൊണ്ട് നമ്മുടെ നാട് ആകെ മാറിയിരിക്കും. വെടിക്കെട്ടിനൊന്നും ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല. ഇഷ്ടം പോലെ ജനത്തിരക്ക്, എവിടെ നിൽക്കാനുള്ള സൗകര്യം ഇല്ല. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു. അതിനെ വെച്ച് നല്ല നമ്മുടെ വീട്ടിൽ നിന്നിട്ട് കാണാം കേട്ടോ. വലിയ രാജകുമാരി വെടിക്കെട്ടുകാരനെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കരുത്. അതാണ് കാവശ്ശേരി. ചെണ്ടക്കാരെ എങ്ങനെയുണ്ട് ഈ വെടിക്കെട്ട്? വെടിക്കെട്ട് പകൽപോരം SNDP പകൽപോര കമ്മിറ്റിക്കാരൻ്റെയാണിത്. ഉഷാറാക്കി വെടിക്കെട്ട്. ഇനി 3 വഴിക്കാരൻ്റെയും ഇതേപോലെ പൊട്ടുന്നതായിരിക്കും. ഇനി ഉറക്കമില്ല. ഇനി രാത്രി മുഴുവനും വെടിക്കെട്ടാണ്. 2 മണിക്കൂർ കഴിഞ്ഞാൽ തുടങ്ങും. വാശിയാണ് ഇനി വരാൻ പോണത്. ഞാനോ നീയോ എങ്ങനെയുണ്ട്? സൂപ്പർ. കുതിര വന്നാ തുടങ്ങും. 1 മണി തൊട്ട് തുടങ്ങും. 12 മണി കഴിഞ്ഞാൽ നമ്മൾ റെഡി ആയിട്ടിരിക്കണം. ഇനിയാണ് ബോംബ് പൊട്ടാൻ പോണം. അങ്ങനെ ഇതാ എൻ്റെ മാമനും വന്നിട്ടുണ്ട് കേട്ടോ. സാധാരണ പരിക്കേട്ടവൻ്റെ അവിടെ നിന്ന് നമ്മുടെ അവിടേക്ക് ഒരു 5 മിനിറ്റ് മതി. പക്ഷെ മാമൻ ഇന്ന് ഇവിടേക്ക് എത്താനായിട്ട് ഒരു 3-4 മണിക്കൂർ എടുത്തു എന്നാണ് പറയണത്, തിരക്കി വരാനായിട്ടേ. ഇത്രയും സമയം ഇവിടെ അമ്മ എൻ്റെ ഉണ്ണിനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുകയായിരുന്നു. അതിനിടയിൽ അച്ഛൻ പൂരപ്പറമ്പിലെ തിരക്ക് നോക്കാൻ പോയി തിരിച്ചെത്തിട്ടോ. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ.